സാർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം ഇപ്പൊ എങ്ങനെ വിലയിരുത്തുന്നു? അതിന് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണല്ലോ വന്നത്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോയ്സ് ഉണ്ട് പ്രവചനങ്ങളാണ്. കാരണം നമുക്ക് വളരെ സേഫ് സൈഡായി എല്ലാവരും പറയുന്ന ഒരു പ്രവചനം നടത്താമായി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന പ്രവചനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നിരീക്ഷണങ്ങളാണ്. നമ്മുടെ മാധ്യമങ്ങളിലൂടെയും പാർട്ടി ഡീറ്റെയിൽസിലൂടെയും നമ്മൾ ഇടപെടുന്ന ആളുകളിലൂടെയും കിട്ടുന്ന അറിവുകളാണ്. അപ്പൊ അത്തരത്തിൽ പ്രവചനം തെറ്റാം അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ കേസിലോ അല്ലെങ്കിൽ നിലമ്പൂരിൽ ഉണ്ടായതുപോലെയല്ല, ഇത് വലിയൊരു മിസ്റ്റേക്കാണ് പറ്റിയിട്ടുള്ളത്, തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റാത്ത ആരും തന്നെ ഇല്ല എന്നുള്ളത്. നമ്മള് ഒരു ജയം ഉണ്ടാകുമ്പോൾ മറ്റതെല്ലാം മറന്നു പോവുകയും വലിയ തോതിൽ ആളുകൾ ആഘോഷിക്കുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് താങ്കൾ തന്നെ ഇന്നൊരു വീഡിയോ ഇട്ടു, അതാണ് എന്നെ ഈ ടോപ്പിക് എടുക്കാൻ പറയുന്നത്. താങ്കൾ എന്തൊരു വീഡിയോ ഇട്ടപ്പോ CP റാഷിദിന്റെ പ്രവചനമാണ് താങ്കൾ ഇട്ടത്, അല്ലെ? CP റാഷിദിന്റെ പ്രവചനം 2024 ലോക്സഭയിൽ എന്തായിരുന്നു നിങ്ങൾക്കറിയാം? പരിപൂർണമായി തെറ്റി. പക്ഷെ അത് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇത് എന്റെയും കുറവാണ്. പക്ഷെ എന്നെ ഇപ്പൊ മറുനാടൻ പോലുള്ള ആള് ഇന്റർവ്യൂ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് 2024 CP റാഷിദിന്റെ മുഴുവൻ തെറ്റി. പക്ഷെ CP റാഷിദ് എന്തുകൊണ്ട് കൂടുതലായി വിമർശിക്കപ്പെട്ടില്ല എന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇത് പറയുന്നത് കൊണ്ടിട്ട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കുറച്ചുകൂടി ഒപ്പോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് CP റാഷിദിന്റെ ഇത് തെറ്റി. ഇനി ഞാൻ പറഞ്ഞ CP റാഷിദിനെ വിട്ടേക്കും, അദ്ദേഹം കുറച്ചുകൂടി ചെറിയൊരാളാണ്. ഇടുന്ന എഫേർട്ടിലേക്ക് ഞാൻ മാനിക്കുന്നുണ്ട്, അദ്ദേഹം ഒബ്സർവ് ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ പറയുന്ന അന്ന് CP റാഷിദ് എന്തുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് അറിയോ? CP റാഷിദിന്റെ കാര്യത്തിൽ ആളുകൾ മുഴുവൻ പ്രൊജക്ട് ചെയ്തത് വടകരയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിസൾട്ട് ശരിയായി തോന്നില്ല. വടകരയിലല്ല, ഓൾ ഇന്ത്യ ലെവലിൽ അദ്ദേഹം പറഞ്ഞ റിസൾട്ട് അടപടലം തെറ്റി. ഇനി ഈ പറയുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് കിഷോർ 2024 ലോക്സഭയിൽ എന്താ പറഞ്ഞത്? BJPക്ക് സീറ്റ് കൂടും എന്നാണ് പറഞ്ഞത്. ഞാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 1.5 മാസം മുമ്പേ ക്രൈം നന്ദകുമാറിന് ഓൺ കൊടുത്തിട്ടുള്ള അവരുടെ ഓൺലൈൻ ഇന്റർവ്യൂ കിടക്കുന്നുണ്ട്, ഞാൻ വോട്ട് കുറയുന്നതാണ് പറഞ്ഞത്. അപ്പൊ അന്ന് എനിക്ക് വലിയ പ്രശംസയൊന്നും കിട്ടിയില്ല. കാരണം വെച്ചാൽ ആ കുറെ ആളുകളെ കണ്ടുള്ളൂ. ഇപ്പൊ ഞാൻ കുറെ കൂടി ആളുകളിൽ അറിയപ്പെടുന്നു, കുറെ കൂടി റീച്ച് ഉള്ളതുകൊണ്ടും ഞാൻ കുറച്ചുകൂടി വിമർശിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഇതൊക്കെ പോട്ടെ, യോഗേന്ദ്ര യാദവ് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സെഫോളജിസ്റ്റ് ആണ്. നാഷണൽ ചാനലുകളിൽ മുഴുവൻ വിളിക്കുന്ന ആളുകളാണ്. എത്രണ്ണം തെറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം? യോഗേന്ദ്ര യാദവ് 2024 ലോക്സഭയിലേക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യം കറക്റ്റായി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യം കറക്റ്റായി. കാരണം BJPക്ക് വോട്ടുകൾ കുറഞ്ഞു, അത് കറക്റ്റായി. പക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ തെറ്റി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്റെ കറക്റ്റാണ്. കാരണം ഞാൻ അവിടെ NDA വളരെ അനായാസമായി വിജയം കിട്ടുമെന്ന് പറഞ്ഞാണ്. അന്ന് പറഞ്ഞോട്ടെ, അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വന്ന എല്ലാവരും കൂടി അത് ശരി, ഇവനിപ്പോ NDAയുടെ ആളായെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കമന്റ് ചെയ്തു. ഞാൻ എടുക്കുന്നത്ര റിസ്ക് ആരും എടുക്കാറില്ല. ഞാനിപ്പോ നാരദ ന്യൂസിൽ എഴുതുന്നത് മാത്യു സാമുവലിന്റെ ചാനലുണ്ട്, മാത്യു സാമുവൽ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കർണാടക ഇലക്ഷൻ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്റെ കാര്യത്തിലും ഞാനിപ്പോ ഒരു 2021 മുതൽ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ കുറച്ചുകൂടി റിസ്ക് എടുക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19,600 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടം ജയിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ആരും തന്നെ പറയാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുപോലെ ഈ കാര്യത്തിൽ തെറ്റി. ഇത് തെറ്റുമ്പോ നമ്മുടെ ഒരു ചോയ്സ് കൂടിയുണ്ട്. ആ ചോയ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇവിടെ ഒരു ആന്റി പിണറായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം വികാരമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ താങ്കളുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് LDFന് സീറ്റുകൾ കുറയും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം ഇല്ല. പക്ഷെ തുടർന്നുണ്ട് അത് എത്രത്തോളം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയം ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അപ്പോഴും ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ മൊത്തത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ ഞാൻ പറയാം. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇവിടെ ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും NS മാധവനൊക്കെ തോന്നിയത് അത്രത്തോളം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേസമയം ഇപ്പൊ ഷാജനടക്കമുള്ള ആളുകൾ, മറുനാടനടക്കമുള്ള ആളുകൾ സർവേകൾ നടത്തി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80-85 സീറ്റുകളൊക്കെ വരെയാണ്. മാക്സിമം 90 വരെയാകുന്നത്. ആക്സിസ് ബൈ ഇന്ത്യ പറഞ്ഞത് 90 വരെ സീറ്റുകളാണ്, 78 മുതൽ 95 വന്നു. പക്ഷെ അതിനെയും കടത്തി വേണ്ടി ഇപ്പൊ 102 സീറ്റുകളിലേക്കാണ് എന്ത് ചെയ്തത്? അപ്പൊ റാഷിദ് പറഞ്ഞത് ശരിയാണ്, 102 സീറ്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ സർവേകൾ ഞാൻ പറഞ്ഞൊന്നൊറ്റ പോയിന്റേ ഉള്ളൂ. ഈ പ്രഡിക്ഷൻസ് നടത്തുമ്പോൾ തെറ്റാത്ത ആരുമില്ല എന്നുള്ളതാണ് ഒന്നാമത്. കുറഞ്ഞത് ഇപ്പൊ ഈ CP റാഷിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻസ് ഏതാണ്ട് 3 തെറ്റിയിട്ടുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഞാൻ ഫേമസ് അല്ലാത്തതുകൊണ്ട് എന്റെ മുന്നിലുള്ള പ്രഡിക്ഷൻസ് ഒന്നും തെറ്റിയില്ല, ആഘോഷിക്കാൻ
പെട്ടില്ല. മനസ്സിലായോ? ഇപ്പൊ ക്രൈം ഓൺലൈനിലാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് കൊണ്ട് മറുനാടല്ല അല്ലാത്തതുകൊണ്ട് ആ റീച്ചിലേക്ക് എന്ത് ചെയ്തിട്ടില്ല. അല്ല ഇപ്പൊ 3 തെറ്റിയിട്ടുണ്ടാവും. ഇത് തെറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രഡിക്ഷൻ എന്നുള്ള തമിഴ്നാടൊക്കെ നമ്മള് ഒരു റഫ് ഫിഗർ വെറുതെ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ അത് ബംഗാളും തമിഴ്നാടൊന്നും നമ്മൾ പ്രഡിക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫൈൻ 3 തെറ്റിയെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് ഈ പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആളുകളടക്കം എല്ലാവർക്കും തന്നെ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇനി അടുത്തൊരു തമാശ താങ്കളോട് പറയാം. ഇപ്പൊ ആക്സിസ് ബൈ ഇന്ത്യ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും വലിയ പ്രവചനം നടത്തി നമ്മൾ വിശ്വസിക്കുന്നു. ഇതിന് തൊട്ടും എന്തെങ്കിലും സംഭവിച്ചു. 2024 ഇതേ പ്രദീപ് ഗുപ്ത ഇന്ത്യ ടുഡേയുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്ന് ഭീകരമായി കരഞ്ഞതാണ്. മനസ്സിലായി. അതിനുശേഷം ഹരിയാന തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്തതാണ്, നടത്തിയപ്പോൾ ഇതുപോലെ തെറ്റിയതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് ശരിയാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മറ്റതെല്ലാം നമ്മൾ മറക്കുകയും ആക്സിസ് ബൈ ഇന്ത്യ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസിയാണെന്ന് പറയുകയും ചെയ്യും. അപ്പൊ അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു തന്നത് എന്നെ തെറ്റി എന്നുള്ളത് കൊണ്ട് എന്നെ തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരും വിശ്വസിക്കില്ല. പിന്നെ എനിക്ക് എപ്പോഴും ചോയ്സ് ഉണ്ട്. ഞാൻ ഈ ഇതിന് തൊട്ടു ഇനി താങ്കളോട് മറ്റൊരു കാര്യം, ഇതിന് തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്റെ ചാനൽ. അതായത് UDF 100 കടന്നാൽ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഒരു 30-38% അല്ലെങ്കിൽ 46% മൈനോറിറ്റി കൺസോളിഡേഷനിൽ 35-36% കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അല്ല, അങ്ങനെ കൺസോൾട്ട് ചെയ്യപ്പെടില്ല എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാന്തപുരം മുസ്ലിയാന്റെയോ SDPയുടെ വോട്ടുകൾ ഒരു പരിധി വരെ അതിനെ എന്ത് ചെയ്യും, തടഞ്ഞു നിർത്തും. അല്ല, സത്യത്തിൽ അതുപോലെയല്ല ഉണ്ടായിട്ടുള്ളത്. ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ പോലും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായി. അതിനേക്കാൾ ഉപരി നമ്മൾ അങ്ങനെ മാത്രം ഇപ്പൊ കണ്ടാൽ പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിത് സത്യം പറഞ്ഞാൽ CPMന്റെ ചില പ്രമുഖരായ നേതാക്കളോട് ഞാനൊരു 3 മാസം മുമ്പ് പറഞ്ഞൊരു വാചകമാണ്. ആ വാചകം ഈ പക്ഷാർത്ഥത്തിൽ പരിചരിക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 5 കൊല്ലമായി ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിലൂടെ നരേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആന്റി പിണറായി പ്രൊപ്പഗാൻഡയുണ്ട്. ആ ആന്റി പിണറായി പ്രൊപ്പഗാൻഡ വെറുതെ സംഭവിച്ചതല്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി UDF BJP നടപ്പിലാക്കിയ ഒരു ആന്റി പ്രൊപ്പഗാൻഡയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ ഒരു ജനസമ്മതി കൂടിക്കൊണ്ടേ ഇരുന്നാൽ ഒരു 3ാം ഭരണം ഉണ്ടാകുമെന്നും തങ്ങൾക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നും കൃത്യമായിട്ട് അവര് 2021 തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതുകൊണ്ട് വലിയ തോതിൽ അവർ പണമൊഴുക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു യൂട്യൂബ് ചാനലുകളെല്ലാം എടുത്തു വെച്ചോ, 1 മുതൽ ഈ പറയുന്ന പോലെ 50 വരെയുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളും സപ്പോർട്ട് ചെയ്യുന്നത് ആന്റി പിണറായിക്കെതിരെയാണ്. പിണറായിക്കെതിരെ വീഡിയോ ഇട്ടാൽ കയറുള്ളൂ എന്നാണ് അവർക്കൊരു നോഷൻ കിട്ടിയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള നോഷനുകളിലൂടെ ആളുകൾ വരികയും യഥാർത്ഥത്തിൽ ഇപ്പൊ കവി സച്ചിദാനന്ദൻ മാഷോ സുകുമാർ അഴീക്കോടൊക്കെ ഇരിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ഇവിടെയുള്ള വലിയ യൂട്യൂബിൽ വലിയ റീച്ച് കിട്ടുന്ന ആളുകളുടെ നിലവാരം ഉയരുകയും ചെയ്ത് അവരെ ജനങ്ങൾ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറയുന്നത് TG മോഹൻദാസ് മുതൽ ഈ പറയുന്ന ശ്രീ പണിക്കർ മുതൽ യഥാർത്ഥത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ വരെ ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ തോതിൽ ആക്കം കൂട്ടുന്ന പണിയാണ് ഇതുകൊണ്ട്. അത്രമാത്രം സംഘപരിവാറിന് ഒരു സ്ട്രെങ്ത് കേരളത്തിൽ സംഘപരിവാറിന് ആ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ആ സ്ട്രെങ്ത്തിൽ സംഘപരിവാറിന് വലിയൊരു ഗുണവും. പിന്നെ ആളുകളൊക്കെ പറഞ്ഞിരുന്ന അടുത്തൊരു കാര്യം, ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്താ, BJP CPM ഡീലാണ് എന്നുള്ളത് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് ഒരു കാര്യം ഉയർത്തി കാണിച്ചു. പാലക്കാട് കാര്യം കാണിച്ചു. യഥാർത്ഥത്തിൽ ആ പാലക്കാട് അത്തരത്തിലുള്ള ഒരു കാര്യം കാണിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആയി ഈ പറയുന്ന പോലെ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ആ രണ്ടാമത്തെ കാര്യം കൂടി മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാകുകയും ചെയ്തു. CPM ലഭിച്ചുകൊണ്ടിരുന്ന ഹിന്ദു ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനേക്കാൾ വലിയൊരു കാര്യം കൂടി ഉണ്ട്. ഹിന്ദു നമ്മൾ ജാതീയമായി മതപരമായി മാത്രം വിഷയത്തെ കണ്ടാൽ പോരാ. അത് താങ്കളത് രാവിലെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് തെറ്റതാണ്. കാരണം ധർമ്മടത്ത് പിണറായിക്ക് 10,000 വോട്ട് കൊടുക്കും. അപ്പൊ ഇത്തരത്തിൽ 10,000 വോട്ടുകൾ ഇപ്പൊ കല്യാശ്ശേരി സത്യത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120-125 സീറ്റ് ജയിച്ചിരിക്കുകയാണ് UDF. എനിക്കത് പറയാൻ പാടില്ല. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 123 വോട്ടുകൾക്കാണ് മണലൂര് പ്രതാപം തോറ്റേക്കാം 1000 വോട്ടിലാണ്. അപ്പൊ എന്തോ വലിയ തോതിലുള്ള ഒരു വിരുദ്ധ വികാരം ഈ ഗവൺമെന്റിനെതിരെ സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിരുന്നു. അത് മുഴുവൻ സംഭവിച്ചത്, അതിൽ 95% സംഭവിച്ചത് നിങ്ങൾ അറിയേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. കാരണം നമ്മൾ ഒരു വീഡിയോ അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കണ്ടന്റുകളുള്ള വീഡിയോകൾ പിന്നെ നമുക്ക് അറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ആരും സമ്മതിക്കൂല കേട്ടോ. നമ്മള് മറ്റേ ഇവർക്ക് ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ നമ്മളെ ഏതെങ്കിലും പരാജയമായിരുന്നു. ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം താങ്കളോട് പറഞ്ഞത്, ഇപ്പൊ ആപ്പിൾ ഐഫോൺ കയ്യിലിരിക്കുന്നവനെ കണ്ടാൽ നമുക്കൊരു വലിയ മതിപ്പ് തോന്നും. സത്യത്തിൽ ആരാണ് അത് ക്രിയേറ്റ് ചെയ്തത്?
ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്. ഈ ആപ്പിൾ എന്ന് പറയുന്ന ആ ചിഹ്നം അവർ തരുന്ന ഫ്രീ ലോഗോ എന്റെ 10 പേരിക്കുണ്ട്, ഞാൻ വീട്ടിൽ വെറുതെ വെച്ചേക്കട്ടെ. പക്ഷെ ബാക്കിയുള്ള എല്ലാവരുടെയും കാറുകളിൽ പോയി അതുകൊണ്ട് പതിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അത് പതിക്കുന്ന ഒരു ബ്രാൻഡമായി. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പറയാണ് നിങ്ങൾ ഈ ആപ്പിളിനോട് വലിയ പ്രേമം കാണിക്കുന്നു, നിങ്ങൾ അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ സമ്മതിക്കൂല. മനസ്സിലായി? ഈ ആപ്പിൾ ഐഫോൺ എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആപ്പിൾ ഐഫോൺ യഥാർത്ഥത്തിൽ എന്താ ഒരു മൊബൈലാണ്. പക്ഷെ നമ്മൾ ആരും മൊബൈൽ മേടിക്കണമെന്ന് പോലും പറയില്ല. പകരം എന്ത് പറയും? ആപ്പിൾ മേടിക്കണമെന്ന് പറയും. കാരണം അത് മൊബൈലല്ല, മൊബൈലിനേക്കാൾ വലിയൊരു സാധനം ആണ്. മനസ്സിലായി? സിറോക്സ് എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീനാണ്. പക്ഷെ സിറോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരാണ്. പക്ഷെ നമ്മൾ സിറോക്സ് എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായ പദമായിട്ട് എന്ത് ചെയ്തു മാറി. അതായത് മൊബൈലിന്റെ പര്യായ പരമായിട്ട് ആപ്പിൾ എടുത്തു എന്നുള്ളത് എന്ത് ചെയ്തു മാറി. അപ്പൊ ഇതേപോലെ വലിയ രീതിയിലുള്ള ഒരു ബ്രാൻഡിങ് ഇതിനെതിരെ നടന്നിരുന്നു. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ആക്കം കൂട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ആശാസമരം വന്നപ്പോഴാണ്. ഞാൻ അതിൽ പെട്ടുപോയൊരാളാണ്. ഞാൻ ആശാസമരത്തിന്റെ അവിടെ 3 തവണ ഞാൻ ചെന്ന ഒരാളാണ്. ഞാൻ 3 തവണ ചെന്ന് അവരെന്നോട് അഭിവാദ്യം അർപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ 3ാമത്തെ തവണ ചെല്ലുമ്പോൾ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോയി. അപ്പൊ ഞാൻ അവിടെ അഭിവാദ്യം ഒന്നും അർപ്പിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്നും പറയാതൊക്കെ അവിടെ തിരിച്ചു വന്നു. എന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ രമേശ് ചെന്നിത്തലയും VS ശിവകുമാറും കൊന്നു. അപ്പൊ ആ തിരക്കിനിടെ കൂടി ഞാനും കൂടെ ചെയ്തു പോകുന്നു. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ആ തിരക്കിനിടയിൽ കൂടി നമ്മൾ പോരുമ്പോൾ അവിടെ എന്താ ആ സമരം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഓർക്കസ്ട്രേറ്റഡ് സമരമാണ്. കാരണം എന്താ? ഈ ഇവരുടെ സാലറി കൂട്ടേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൂടിയാണ്. അതായത് ഞാനും താങ്കൾ കൂടി ഒരു കമ്പനി നടത്തുന്നു, താങ്കളുടെ കയ്യിൽ നിന്ന് കുടമേടിച്ച് കൂടിക്കൊണ്ട് എനിക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അധാർമികതയുണ്ട് ഇല്ലേ? 1000 രൂപയിൽ നിന്ന് താങ്കൾ എന്ത് ചെയ്തു? 7000 രൂപയാക്കി തന്നൊരു സർക്കാർ, 6000 രൂപ കൂട്ടി തന്നൊരു സർക്കാർ, മറ്റതൊന്നും കൂട്ടാത്ത സർക്കാർ, അതും ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്ക് കൂട്ടേണ്ട ഒരു സർക്കാർ. ആ സർക്കാരിനെതിരെ ഇവർ ഒരു പക്ഷം പോലും പറയുന്നില്ല എന്നതുപോലെ അതിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു സഹമന്ത്രി കൊടുക്കുന്ന കൊട ചൂടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് വാസ് എൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ്. ഇതിനെതിരെ കൃത്യമായി ഒരു ആശാ സമരം എന്ന് പറയുന്നത് എന്താ? ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ അവിടെ കിടന്ന് എന്ത് ചെയ്യുന്നു? സമരം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്യാൻ കൂടി. അങ്ങനെ താങ്കൾ അറിയേണ്ടത് ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് വളരെ കൃത്യമായി സംഘടിതമായി പതുക്കെ ഇത് ബിൽഡ് ചെയ്തുകൊണ്ടു. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടി അണികളെയും പാർട്ടിയിലെ മെമ്പർമാരെയും അടക്കം വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഞാൻ എന്ത് ചെയ്തു? മനസ്സിലായി, വിചാരിച്ചു നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് ആണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം മാറ്റാം. ഞാൻ അങ്ങനെ ഒരിക്കലും അഭിപ്രായം മാറ്റാം. അവരത് തുടർ പ്രചരണമായി എടുത്തുകൊണ്ടിരുന്നു. വർദ്ധിപ്പിച്ച് എത്ര രൂപയാണ്? ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നിങ്ങൾ പലപ്പോഴും ഞാൻ എതിർക്കുമ്പോൾ നിങ്ങളിപ്പോ കഴിഞ്ഞ എന്നോട് ക്രൈമിലൊക്കെ ഡിസ്കഷൻ പോലെ എതിർക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനെയും എതിർക്കുകയാണോ? നിങ്ങളൊരു പിണറായിയുടെ അന്തകമ്പിയായി തീർന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഇതൊരു ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണമാണ് എന്നെനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? പിണറായി വിജയൻ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ ഒരു വാചകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം. എന്ന് പറഞ്ഞാണ് ആ പറഞ്ഞ വാചകം ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്ന വ്യക്തികളെയാണ്. അതാണ് കാര്യം. അതല്ലാതെ ഇത്തരം അഹംഭാവവും അഹന്തയും ഒക്കെ ഉള്ള വ്യക്തികൾ ഇഷ്ടമല്ല. ഒരു മിനിറ്റ്, അഹംഭാവമോ അഹന്തയൊന്നുമല്ല. അദ്ദേഹം കുറെ കൂടി സ്ട്രൈറ്റ് ആയി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഇത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ വേറെ കാര്യങ്ങൾ പറയല്ലോ. പിണറായി വിജയനെതിരെ ഞാൻ പറയുന്നത്, ഞാൻ പിണറായി വിജയനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. താങ്കൾക്കൊക്കെ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ എന്താണ് ഈ പറയുന്ന പോലെ BJPക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ഈ പറയുന്ന പോലെ സഹായം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നമ്മൾ ഇടയ്ക്കെങ്കിലും സത്യം ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാരേറ്റീവ് ഉണ്ട്. എന്താണെന്നറിയാമോ? കോവിഡ് സമയത്ത് PR ഏജൻസികളും ബാക്കിയുള്ളവരും അതുപോലെ തന്നെ അവരൊക്കെ എഴുതി കൊടുക്കുന്ന കാര്യം മാത്രം പറയുന്ന ഒരു നേതാവാണെന്നാണ്. അങ്ങനെ ഒരു നേതാവൊന്നും അല്ല പിണറായി വിജയൻ. മനസ്സിലായി? നാളെ നരേന്ദ്രമോദിയെ കുറിച്ച് ഞാൻ ചെയ്ത 10 നല്ല വാചകങ്ങൾ നിങ്ങൾ അറിയേണ്ടത് റീലായി ഏതാണ്ട് 5 ലക്ഷം 10 ലക്ഷം ഓടിയിട്ടുണ്ട് ക്രൈം ഓൺലൈൻ. ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫാക്ട് പറഞ്ഞുകൊണ്ട് വേണം വിമർശിക്കാൻ എന്നുള്ളത് മാത്രമാണ്. നരേന്ദ്രമോദിക്ക് ഒരു കഴിവില്ല, വെറും ഊരില്ലാത്ത ആളാണെന്ന് പറഞ്ഞിട്ട് എന്തില്ല കാര്യമില്ല. മനസ്സിലായി? നരേന്ദ്രമോദി അമിത്ഷായും ഇലക്ഷനെ മാനേജ് ചെയ്യാൻ തയ്യാറുള്ള വലിയ സ്ട്രാറ്റജിസ്റ്റുകളാണ്. അവർ വലിയ തോതിൽ പണിയെടുക്കുന്നവരാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യം CPM ചെയ്യാതെ പോയി എന്നുള്ളതാണ് CPM നിന്ന് പഠിക്കേണ്ടത്. ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ CPM-നെ ഇത്രയും വലിയൊരു കേഡർ പാർട്ടിയായിട്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് CPM ചെയ്യാതെ പോയത്? CPM-ന് ചെയ്യാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ CPM-ന്റെ ഒരു വലിയ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. CPM സത്യത്തിൽ ഈ പരാജയം പോലും മുൻകൂട്ടി കണ്ടില്ല. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെയും ഇന്ത്യയിലും ഒക്കെ 2024 ഇന്ത്യ മുഴുവൻ 5 ലക്ഷത്തോളം പേരടക്ക് സർവേ നടത്തിയ ഏജൻസികളുടെ തെറ്റിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയായത്. പക്ഷെ ഞാൻ നമ്മള് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് വരികളുടെ ഇടയിലൂടെ വായിച്ചെടുക്കുന്ന കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോഴും വേണമെങ്കിൽ തുറന്ന് നമ്മളോട് പറയാം, എനിക്ക് സേഫർ സൈഡിൽ
എനിക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു സംശയം തോന്നിയിരുന്നു. എക്സിറ്റ് പോൾ മൊത്തം വരികയും പിന്നീട് നിരവധി ആളുകൾ സംസാരിക്കുകയും ചെയ്ത് പല സംശയങ്ങളുണ്ട്. പക്ഷെ അപ്പൊ പോലും ഞാൻ മാറ്റേണ്ടതെന്ന് മനഃപൂർവ്വം വിചാരിച്ചതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ 1,59,000 വോട്ടുകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കിട്ടിയത്. ആ സമയത്ത് പോലും ഈ പറയുന്ന മൊത്തം 2,15,00,000 ആളുകൾ വോട്ട് ചെയ്തതിൽ 1 കോടിയിലധികം വോട്ടുകളിലേക്ക് ആരെത്തി? ഏതാണ്ട് 46%. ആ 46%ത്തിലേക്ക് വീഴ്ത്തി. 81,21,000 വോട്ടുകളുമായിട്ട് LDF ഇപ്പോഴും എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോക്സഭയിലേക്കൊക്കെ അവർക്ക് കുറഞ്ഞുപോയ അത്രയും വോട്ടുകൾ അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞിട്ടില്ല, അതിനേക്കാൾ കൂടുതലാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ വോട്ട് ബി ജെ പി കിട്ടിയിട്ടുള്ളത് 31 ലക്ഷം വോട്ടുകളാണ്. 31,08,000 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡിയിൽ കിട്ടിയ വോട്ടുകൾ അവർക്ക് നിലനിർത്താൻ സഹായിച്ചു. അല്ല, 31,70,000 വോട്ടുകൾ ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിലനിർത്താൻ പറ്റില്ല. ഞാൻ പറയണ്ടല്ലോ, ലോക്സഭയിൽ കിട്ടിയ വോട്ടുകൾ 7 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞു. അത് ഉറപ്പായിട്ട് നിലനിർത്താൻ പറ്റില്ല. പക്ഷെ ആ 7 ലക്ഷത്തോളം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 1 കോടി എന്ന് പറയുമ്പോൾ ഇതിന് കോൺഗ്രസിന്റെ വോട്ടുകൾ എത്രയുണ്ട്? അല്ല, ലീഗിന്റെയും മുസ്ലിം എനിക്ക് തോന്നുന്നു ഒരു 10-80 ലക്ഷമല്ലേ കാണുള്ളൂ. അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ BJP സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ ഒറ്റയ്ക്കാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. BJP സംബന്ധിച്ച് ഒറ്റക്കാണ് വലിയ നേട്ടമാണ്. 31 ലക്ഷം വലിയ നേട്ടമാണ്. ഒരു 50-55 ലക്ഷത്തിലേക്ക് അവർ അല്ല, അവര് മൂന്നാമത്തെ പാർട്ടി അവര് തന്നെയാണ്, ഒരു സംശയമില്ല. കോൺഗ്രസ് കഴിഞ്ഞാൽ അവര് തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ 31 ലക്ഷം 38 ലക്ഷം ഓൾറെഡി അവർക്ക് ലോക്സഭയിൽ കിട്ടിയിട്ടുണ്ട്. ഈ 38 ലക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു 13-14 ലക്ഷം അവർക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉയർത്താൻ അവർക്ക് പറ്റും. കാരണം എന്താ പറയാ, ഇനി വളരെ എളുപ്പമാണ് കാര്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ UDF ആണ് ഭരിക്കാൻ പോകുന്നത്. ഇപ്പൊ UDF-നെതിരെ അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർ പറയുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ, കേരളം ചാണകത്തിൽ ചവിട്ടില്ല, സംഘപരിവാറിന്റെ കേരളത്തിൽ സ്ഥാനമില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ ഒരു വെറും ഒരു അജണ്ടയുടെ ഭാഗമല്ലേ? ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന്റെ അണികളടക്കം ഈ ഭരണം തുടർന്നാൽ ഇവര് വലിയ തോതിലുള്ള ഒരു പ്രചരണം കൂടി അയച്ചിട്ടുണ്ട്. ആ പ്രചരണം എന്താ? ഈ ഭരണത്തിന് ഒരു തുടർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ CPM ഇവിടെ തകർന്നടിയും. കാരണം അധികാരം മാത്രമായി തീരും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അപ്പൊ അധികാരം മാത്രമായി തീരും എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രചരിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ, വസ്തുതകൾ CPM-ന്റെ ഭാഗത്ത് കുഴപ്പമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പാർട്ടിയുടെ ഏക പരിപാടി എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണ്. ഇതിപ്പോ അങ്ങനെയല്ല. പകരം മുഖ്യമന്ത്രിയാണ് വലിയ കീ പൊസിഷനിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ബാക്കി പാർട്ടിക്കാർ മുഴുവൻ അതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് തോന്നലുണ്ടായി. ഇത്തരത്തിലുള്ള വലിയ കൃത്യമായിട്ടുള്ള നരേറ്റീവുകൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങോട്ട് ആക്കം കൂട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതേ ആശാസമരത്തിലെ ആളുകൾ നിലമ്പൂര് പോയിട്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വളരെ ഇത്തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പുകളെ എല്ലാവരും ചേർത്ത് വെച്ചു. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ ഗ്രൂപ്പുകളെയും ബാക്കിയുള്ള ആളുകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും മറ്റെല്ലാ ഗ്രൂപ്പുകളെയും ചേർത്ത് വെക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി. ഒന്ന്, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ. രണ്ടാമത്തത് ഇടതുപക്ഷ വിരുദ്ധതയുടെ വോട്ടുകൾ മുഴുവൻ, അതായത് ഇടതുപക്ഷത്തിന് വിരുദ്ധത എന്ന് പറഞ്ഞാൽ ആന്റി പിണറായി വോട്ടുകൾ മുഴുവൻ തങ്ങളിലേക്ക് സംഘടിപ്പിക്കാനുള്ള ശ്രമം. അതിൽ ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്. BJP-ക്ക് ഒരു വലിയ കാര്യം പറ്റി. കാരണം പ്രോ സംഘപരിവാർ ചാനലുകളൊക്കെ തന്നെ പിണറായി വിരുദ്ധത അങ്ങനെ അടിച്ച് മുകളിലേക്ക് കയറ്റിയതിന് ശേഷം പിന്നെ തൊട്ടടിക്ക് പിൻവലിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ വോട്ടുകൾ നേരത്തെ CPM-ലേക്ക് തിരിച്ചു വന്ന വോട്ടുകൾ മുഴുവൻ എന്ത് ചെയ്തു? പിണറായി തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതുകൊണ്ട് നേരെ തിരിച്ചെന്ത് ചെയ്തു? കോൺഗ്രസിലേക്ക് പോയി. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങളാണ് ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ്, ഞങ്ങൾ യഥാർത്ഥ ലെഫ്റ്റ്, ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണവും സച്ചിദാനന്ദൻ മാഷ പോലെയുള്ള ആളുകളെ കൊണ്ട് കൃത്യമായിട്ട് ഇവിടെ ഇത് ഇങ്ങനെ തുടർന്നാൽ ഇടതുപക്ഷം തകരും, അഥവാ ഒരു തവണ പ്രതിപക്ഷത്തിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രചാരം. ഇനി ഇതൊന്നും ഫലിക്കാത്തവരുടെ അടുത്ത് വേറൊരു കാര്യം കൂടി ചെയ്യും. അതെന്താണെന്നറിയും? 2 തവണ അവർക്ക് ചാൻസ് കൊടുത്തില്ലേ? ഒരു തവണ എന്ത് ചെയ്യും? UDF-ന് കൂടി കൊടുക്കട്ടെ. മനസ്സിലായ? ഇത് ഞാനിപ്പോ താങ്കളോട് പറയാം, ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം. അതായത് ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പറയണേ, അല്ല ഞാൻ പറയണേ, ഒരു സ്ഥാനാർത്ഥി വന്ന് നിങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളിപ്പോ എല്ലാവരും മറ്റേ അപ്പുറത്ത് കൂട്ടിയെന്നവരാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഒരു കൂട്ടം എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് മനസ്സിലായി. അതായത് ഒരു ഹാർഡ് കോർ CPM അനുഭാവി കുടുംബത്തിൽ ചെന്നവർ പറയാണ്, ഒരു കൂട്ടം എനിക്ക് എന്ത് ചെയ്യണം തന്നെ. മനസ്സിലായി? ഞാനിപ്പോ 3ാമത്തെ തവണ മത്സരിക്കുകയാണ്, കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വോട്ടാണ്, ഒരു കൂട്ടം എനിക്ക് എന്ത് ചെയ്യണം? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള കൃത്യമായിട്ട് പ്രചാരണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ 3 മാസമോ 4 മാസമോ ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞ് വന്നതല്ലാതെ
ഇതിനെ കൃത്യമായ പ്രചരണം നടത്തിയില്ല. ഇനിയും ഞാനൊരു കാര്യം കൂടി പറയാം, അതുകൂടി പറഞ്ഞത് കുറവാണ്. അടുത്ത 5 കൊല്ലവും ഈ പ്രചരണത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM ശ്രദ്ധിച്ചില്ലെങ്കിൽ സി പി എം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയുള്ള ഒരു പാർട്ടിയായിട്ട് ശ്രദ്ധിക്കാനില്ല. അവർക്കൊന്നും വേറെ പണിയുണ്ട്. അവരൊക്കെ ഇതല്ലെങ്കിൽ വേറെ അപ്പുറത്തേക്കും വേറെ പാർട്ടിയിൽ വേണമെങ്കിലും പോകും. CPM സംബന്ധിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ CPM പഠനം തകരും. BJP കാരണം എന്ന് വെച്ചാൽ BJP സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം BJP അല്ല. BJPക്ക് ഏറ്റവും വലിയ സന്തോഷം 3 സീറ്റ് കിട്ടിയത് മാത്രമല്ല, BJPക്കുള്ള ഏറ്റവും വലിയ സന്തോഷം UDF അധികാരത്തിലേക്ക് വന്നോളൂ. 32 ലക്ഷം വോട്ട് പിടിച്ചിട്ടുണ്ട്. 220 ലക്ഷം വോട്ട് പിടിക്കാൻ വലിയ പ്രയാസമില്ല. 20 ലക്ഷം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്നും ബാക്കിയുള്ള അസംതൃപ്തരായിട്ടുള്ള ഒരു 50, 100, 200 നേതാക്കന്മാരെ വലിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അവരുടെ ഈ 2036 കേരള പ്രചരണം എന്ന് പറയുന്നത് വെറുതെ അല്ല. 2036 കേരള പ്രചരണം ഒരിക്കലും വെറുതെ. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് വലിയ ഗർഭൂലിയ ടാസ്ക് ഇന്ന് രാത്രി മുതൽ തുടങ്ങിയില്ല. ഞാൻ പറഞ്ഞ നാളേക്കല്ല, ഇന്ന് രാത്രി മുതൽ തുടങ്ങിയില്ലെങ്കിൽ ഈ പറയുന്ന പോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഇനി ഒരു കാര്യം കൂടി തന്നെ, ഇത് 5 കൊല്ലത്തെ പ്രചരണം പോലല്ലേ. BJPയും പ്രോസംഘ പരിവാരവും ഒക്കെ തന്നെ കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവുകൾക്ക് വലിയ തോതിലുള്ള പ്രാമുഖ്യം ഉണ്ടായി എന്നുള്ളത് 38 ലക്ഷം വോട്ട് കിട്ടിയപ്പോൾ പോലും മനസ്സിലാക്കാതെ പോയി. അത് മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ കമന്റുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അതാണ് ഓരോ കമന്റുകളും. ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ട, സോഷ്യൽ മീഡിയ പോട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ വളരെ ലെജിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ്? 38 ലക്ഷം വോട്ട്. 2016 30 ലക്ഷം വോട്ടും 2021 26 ലക്ഷം വോട്ട് കിട്ടിയ BJPക്ക് 2000 ഈ പറയുന്ന 24 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 21 ആകെ 26 ലക്ഷം കിട്ടിയവര് 24 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ ഒറ്റടിക്ക് 12 ലക്ഷം വോട്ടാ വർദ്ധിപ്പിക്കണേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന അപ്പുറത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? വലിയ തോതിൽ മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പുറത്ത് കൺസോളിഡേറ്റ് ചെയ്ത് മോദി അധികാരത്തിൽ എത്താൻ ശ്രമിക്കുന്നു. എവിടെയൊക്കെ? ആലപ്പുഴയിലും ആറ്റിങ്ങലും പോലെയുള്ള പ്രദേശങ്ങളിൽ അടക്കം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. അപ്പൊ ആ വോട്ടുകളൊക്കെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കും എന്ന് പറഞ്ഞാൽ തുറന്ന് ഞാൻ പറയുന്നത് കുറെ തിരിച്ചു വന്നിട്ടുണ്ട്. കുറെ തിരിച്ചു വന്നില്ലെങ്കിൽ 80 ലക്ഷം വോട്ട് പോലും കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള വലിയ ഹ്യൂജ് ഡിഫറൻസ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ് 2021 ഈ 2 പാർട്ടികൾ തമ്മിൽ ഉള്ളത്, 2 മുന്നണികൾ തമ്മിലുള്ളത്. ഇപ്പൊ 20 ലക്ഷത്തിന് വ്യത്യാസമുണ്ട്. സത്യം പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 125 സീറ്റ് ലഭിച്ചാലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളെല്ലാം തന്നെ ഇവർക്ക് നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കാതെ രാവിലെ എഴുന്നേറ്റ് വേണമെങ്കിൽ എന്ത്. ഇപ്പൊ ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പ്രദീപ് ഗുപ്ത അവിടെ നിന്ന് കരയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം എനിക്കറിയാം അദ്ദേഹം ഇട്ടുണ്ടാവുന്ന ഒരു അധ്വാനം എന്തായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അതല്ലാതെ വെറുതെ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യാം, ഊഹിച്ചു വിളിക്കാം. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും അറിയാത്ത ഒരാളല്ലെന്ന് ഞാൻ. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുണ്ട്, 100 സീറ്റുകൾ കടന്നാൽ UDF 100 സീറ്റുകൾ കടന്നാൽ എന്ത് ചെയ്യുന്നു. കാരണം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായാൽ പോലും UDF 100 സീറ്റ് കടക്കും. അല്ലെങ്കിൽ 100 സീറ്റ് 95 സീറ്റ് അടുത്തേക്കുന്നു. പക്ഷെ ഇത് അതുപോലല്ല. ഞാൻ പറഞ്ഞ മൈനോറിറ്റികൾ അല്ലെങ്കിൽ മൈനോറിറ്റികളൊന്നും അല്ല, ഇത് മൊത്തം ജനം ഒരു ആന്റി പിണറായി കൺസോളിഡേഷൻ എന്ത് ചെയ്തു സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്, ഈ പറയുന്ന കുഞ്ഞികൃഷ്ണക്ക് ജയിക്കുമെന്ന് ഒരാൾ പോലും ഞാൻ ഇതുവരെ സംസാരിച്ച ആൾ പറഞ്ഞിട്ടില്ല. TK പോകുന്നത് പിന്നെയും കുറച്ചുകൂടി വോട്ടുപിടി. പക്ഷെ കുഞ്ഞികൃഷ്ണൻ കാരണം പയ്യന്നൂരിൽ നിന്ന് കഴിഞ്ഞവരെ TK മസൂദിന് കിട്ടുന്നത് 49,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. പിന്നെ ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണെന്ന് കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലല്ല, നിങ്ങൾ ആളുകളുടെ ഭൂരിപക്ഷം എടുത്ത് നോക്കിയാൽ. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000. അതായത് മറ്റേ പാർട്ടിയോട് ഇല്ല. ഇനി അടുത്തത് ഏറ്റവും ആദ്യമായിട്ട് മത്സരിക്കുന്ന സഹീറിന്റെ ഭൂരിപക്ഷം എത്രയാണ്? പിന്നെ സത്യം പറയുന്നുണ്ടെങ്കിൽ ഇന്നലെ മറ്റേ മനോജ് മുത്തേണ്ടൊക്കെ തന്നെ തലാരം വീണാല്. കാരണം 29,000 വോട്ടില്ല ഭൂരിപക്ഷം. ശരിക്കും പറഞ്ഞാൽ ഒരാൾ പോലും വിചാരിക്കാത്ത വലിയ ഭൂരിപക്ഷങ്ങൾ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയേക്കാണ്. മനസ്സിലായി? പിന്നെ മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ താങ്കളിപ്പോ റസാൻ പാസ്റ്റർ MLA ഉണ്ട്, ഇപ്പൊ MLA ആയില്ല. റസാൻ പാസ്റ്ററുടെ അവിടെ വലിയ തോതിൽ മലബാറിൽ അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുന്നതുകൊണ്ട് സീറ്റിൽ ഉറപ്പായിട്ട് മത്സരിച്ചാൽ വലിയ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ എന്ത് ചെയ്താണ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ അവിടെയുള്ള കോഴിക്കോടുള്ള മിക്ക നേതാക്കളോടും ഞാൻ പറഞ്ഞിട്ടാണ്, ഇത്തവണ ഏത് സീറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് വലിയ അഡ്വാൻറ്റേജ്. കാരണം വെച്ചാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും അതിന്റെ പുറത്ത് എന്ത് ചെയ്തു പോകും, നിങ്ങൾ ജയിച്ചു പോകും. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതറിയാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറെ BJP വോട്ടുകൾ കൂടെ തിരിച്ചു വരുമ്പോഴേക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ആലപ്പുഴയിൽ തിരിച്ചു നേരിടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം മേഖലകളിൽ കുറെയെങ്കിലും പിടിച്ചു പോകുന്നതാണ്. പക്ഷെ അതുപോലും ഉണ്ടാകാതിരുന്നതിന്റെ കാരണം
BJP ഇത്തവണ ഇത്തരം മേഖലകളിലെല്ലാം തന്നെ അവരുടെ വോട്ടുകൾ ശക്തമായിട്ട് നിലനിർത്തി. ഇപ്പോഴും പക്ഷെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ വെറുതെ ആളുകൾ ഇരുന്ന് ഡാവടിക്കുന്ന പോലെ അടിക്കാനും നമ്മളെ കൊണ്ടുവരില്ല. 66,000 വോട്ടാണ് ലോക്സഭയിലേക്ക് ആര് പിടിച്ചത്? നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പിടിച്ചത് 66,000 വോട്ട്. ആ വോട്ടുകൾ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ആ വോട്ടുകൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതായത് ലോക്സഭയിലേക്ക് ഉണ്ടായ നേട്ടം ഇപ്പൊ വട്ടിയൂർ കഴക്കൂട്ടത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെയോ രാജീവ് ചന്ദ്രശേഖരനോ വി മുരളീധരനോ കിട്ടിയില്ല. പക്ഷെ സ്റ്റിൽ എന്നിട്ടും അവർക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അവർ മാറി എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടുമായിരുന്നത്ര വോട്ട് എപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഇത് കുറച്ചു എത്തിയത് പോയി. ഇപ്പൊ ശിവൻകുട്ടിക്കും അതുപോലെ തന്നെ ശബരിനാഥനും പോയി. ശബരിനാഥന് പോയിട്ടില്ല അധികം വോട്ട്, കാരണം ശബരിനാഥൻ കൂടുതൽ വോട്ട് പിടിച്ചെങ്കിലും ഇപ്പൊ അവിടെ തോറ്റേ. കാരണം കേരളത്തിലെ പിടിച്ചതോട് ശബരിനാഥൻ പിടിച്ചില്ല. അപ്പൊ അത്തരത്തിൽ ഒരു വലിയ പ്രചരണമുണ്ട്. ആ പ്രചരണത്തിൽ യഥാർത്ഥത്തിൽ CPM-ന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള പാർട്ടി മെമ്പർമാരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഏരിയ കമ്മിറ്റി മെമ്പർമാരടക്കം വീട് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ പാർട്ടിയെ നമ്മൾ തോപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതോടൊപ്പമാണ് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനും കൊണ്ടുവന്നത്. ഇവർക്കൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. എന്താ കാര്യം? അവരൊന്നും അഴിമതിക്കാരാണ് എന്ന് ജനം കരുതിയില്ല. അവര് ക്ലീൻ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവര് കൂടി പാർട്ടിക്കെതിരെ വന്നപ്പോ അവര് പറയുന്നതായിരിക്കും ശരിയെന്ന് വിചാരിച്ചു. ഇത് പക്ഷെ ഞാൻ നമ്മുടെ ടോക്കിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവര് ശരിയെന്ന് കേട്ടു. ആ ശരി എന്ന് പറയുന്ന അപകടത്തെയും കൃത്യമായി വായിച്ചെടുക്കാൻ CPM-ന് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് CPM-ന്റെ ഭാഗത്ത് നിരവധി പരാജയങ്ങളുണ്ട്. അതുകൊണ്ട് CPM-ന് തിരിച്ചടി ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. ആ തിരിച്ചടി ഇത്ര ഭീകരമാകുമെന്ന് ആരും തന്നെ വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന്റെ ഇപ്പൊ തലശ്ശേരിയും അതുപോലെ തന്നെ ഈ പറയുന്ന സീറ്റുകളിലൊക്കെ തന്നെ ജയിക്കുമെന്നാണ് CPM-ന്റെ നിതാന്ത വിമർശകർ പോലും വിചാരിച്ചിരുന്നു. അതായത് ഇപ്പൊ ഈ മട്ടന്നൂര് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും, VK സനോജ് 700 വോട്ട് അല്ലെങ്കിൽ ചെറിയ വോട്ടുകൾക്കായി പോകും എന്ന് പറയുന്ന ഒരു കാര്യം 6 റൗണ്ട് എന്ത് ചെയ്യും വിചാരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഇൻഫ്ലുവൻസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കഴിഞ്ഞ 10-15 കൊല്ലങ്ങൾ കൊണ്ട് പ്രോ സംഘപരിവാർ മീഡിയാസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ കവച്ചു വെക്കാൻ പോകുന്ന ഒരാളെ പോലും CPM-ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഞാനൊരു വാചകം നമ്മളോട് പോപ്പുലർ പറയാം. ഞാൻ ഈ CPM-ന്റെ നേതാക്കന്മാരോട് പറഞ്ഞ വാചകം എന്നറിയാം. അവരിപ്പോ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് പുതിയ കാലത്തെ സാംസ്കാരിക നായകർ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സാണ്. ആ സാംസ്കാരിക നായകരിൽ എണ്ണപ്പെട്ട ഒരാൾ പോലും നിങ്ങളുടെ ഒപ്പം ഇല്ല. നിങ്ങൾക്കറിയാം അവർ പറയുന്നത് ബ്ലണ്ടർ ആണെന്നും മണ്ടത്തരമാണെന്നും ഒക്കെ എന്ത് ചെയ്യാം അറിയാം. പക്ഷെ നിങ്ങളുടെ ആളുകൾ അവരെ കേൾക്കുകയും അവരെ എതിരായിട്ട് പറയുന്ന ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് അവരെ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയ അപകടമുണ്ട് എന്ന് പറഞ്ഞതാണ്. ഇത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടിട്ടാണ് താങ്കൾ പറയുന്ന പോലെ ചില ആളുകൾ താഴെ വന്ന് ഉടുപ്പില്ല എന്നൊക്കെ ചോദിക്കും. ഉടുപ്പൊന്നും ഇല്ലാത്തത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം. മനസ്സിലായി. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് CP രാഷിദ് നാടോട്ട് കൊണ്ടുവന്ന് നമ്മൾ നോക്കി അറിയോ. കാരണം CP രാഷിദിന് വലിയ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ CP രാഷിദ് ചോദിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ മീഡിയകളെല്ലാം കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ ഞാൻ റീഡ് ചെയ്ത് ഇന്നലെ വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യ മുഴുവൻ ഒരാൾ മറ്റേ സൈക്കിൾ കൊടുത്ത് ചുറ്റിക്കറങ്ങേണ്ടി 25 ദിവസം കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പോലും എത്ര പേരെ കാണാൻ പറ്റും. അതിന് വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായത്. CPM-ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ പ്രതീക്ഷയിലേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടായി. കാരണം CPM-ന്റെ അനുഭാവികളും മെമ്പേഴ്സും ഏരിയ കമ്മിറ്റി മെമ്പേഴ്സും അടക്കമുള്ള ആളുകൾ പോലും CPM-നെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 എലമെന്റുകളും CPM പഠിച്ചില്ലെങ്കിൽ, ഇത് സത്യം പറഞ്ഞ ഒരു ക്ലാസ് ആണ് CPM എടുക്കുക. ആ ക്ലാസ് CPM മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ പണി മുടക്കിയില്ലെങ്കിൽ ബംഗാളും ത്രിപുരയും എന്ത് ചെയ്യും? കേരളത്തിലും അത് മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത് കേരളം BJP. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ സ്വരാജിന്റെ ഇത് രണ്ടുപോലും കുഴപ്പമില്ല. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത് ഇന്നലെ മുതൽ പ്രചരണം തുടങ്ങിയിട്ട് എന്താ അറിയാമോ? അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. സ്വരാജ് ഭയങ്കര ധിക്കാരമാണ് പറഞ്ഞേക്കണം. കാരണം അർഹിക്കാത്ത വിജയമാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്, അർഹിക്കാത്ത പരാജയമാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കണം. അപ്പൊ അതുകൊണ്ട് വലിയ തെറ്റാണ്, ധിക്കാരമാണ് ചെയ്തേക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ കള്ളാന്ന് വിളിച്ചതാണ് എന്നൊക്കെയാണ്. അതായത് CPM-ന്റെ അറിയപ്പെടുന്ന യുവ നേതാക്കന്മാരെയൊക്കെ തന്നെ BJP-യുമായിട്ട് കൂട്ടിക്കെട്ടുകയും അവർ ഹിന്ദുത്വയുടെ ആളുകളാക്കി മാറ്റുകയും ചെയ്യുന്ന പണിയെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000 പേര് 25,000 പേരോ കാണുന്ന വീഡിയോകൾ മാത്രം എന്ത് ചെയ്തു ചെയ്യും. അതേസമയം ഇവർക്ക് വേണ്ടി പറയാൻ
ശക്തമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, ഇതിൽ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് താങ്കളോട് പറയാം, ഈ ചാനൽ ചർച്ചയ്ക്ക് കൂടുന്ന ആളുകളാണ്. അതായത് നേരത്തെ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് CPM നേതാക്കൾ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത് അത് MP രാജേഷ് ആയിരുന്നു, M സ്വരാജ് ആയിരുന്നു, അതുപോലെ തന്നെ P രാജീവ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളോട് പറഞ്ഞു വെക്കാനും പിടിച്ചു വെക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ബാക്കിയുള്ളവർക്കെങ്കിൽ ഇപ്പൊ ഈ ചാനലുകളൊക്കെ തന്നെ ഏതെങ്കിലും ആളുകളെ അറിവും വിവരവും ഇല്ലാത്ത ആളുകളെ വിളിച്ചിരുത്തും. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കർക്ക് ഷൈക്കിയാണ്. അങ്ങനെ വിളിച്ചിരുത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യമൊക്കെ CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള ആളുകൾ കാര്യങ്ങളായിട്ട് വിലയിരുത്തും. താങ്കൾ പോലും കഴിഞ്ഞ റെജി ലൂക്കോസിനെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ്. റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പോലും അല്ല. പാർട്ടി വിടുന്നതല്ലത്, അത് പാർട്ടി വിടുന്നതല്ല. അതാണ് അടുത്ത പ്രശ്നം. ഞാനിത് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ തുറന്നു താങ്കളോട് പറയാം, ഒരു വലിയ നേതാവിനോട് റെജി ലൂക്കോസിനെ കുറിച്ച് പുള്ളിക്ക് റെജി ലൂക്കോസിനെ അറിയില്ല. എന്നിട്ട് ഞാൻ ഹസ്കറെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അറിയില്ല. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു റേഷി എന്താണ് ചെയ്യാണല്ലോ, ഞാൻ ആ വീഡിയോ എടുത്തു തരാം. അപ്പൊ ഇതിന്റെ പ്രശ്നം ചാനലിൽ പോകുന്നവര് നിരീക്ഷകർ, ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തോന്നിയ ആളുകളെ വിളിക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പാർട്ടിയോട് ഒരു കാര്യം പറഞ്ഞു, CPMനോട് ഞാൻ തുറന്നു പറഞ്ഞു, നിങ്ങൾ ഇവിടെ തള്ളി പറയണം പബ്ലിക്കിൽ നിന്ന്. എനിക്ക് വലിയൊരു ഗുണമുണ്ടായി. അതെന്താന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ പബ്ലിക്കിൽ തള്ളി പറയണമെന്ന് ഒരു മാസം പറഞ്ഞു. ലാസ്റ്റ് ആയ ഇതിൽ കൂടി കടത്തി പറഞ്ഞു. ആ കടത്തി പറഞ്ഞതിന്റെ 3ാമത്തെ ദിവസമാണ് റെജി ലൂക്കോസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നോട് പ്രമുഖരായ നേതാവ്, ഞാൻ പേര് പറഞ്ഞത് ശരിയില്ല, അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ദേശീയ പറഞ്ഞ കറക്റ്റാണല്ല, തലവേനയിൽ പോയില്ല. എന്നിട്ട് ഏതാണ്ട് സംസ്ഥാന കമ്മിറ്റി മുമ്പ് പോയ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഇരുന്ന് വാർത്ത കൊടുക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോ അനുഭവിക്കണം, വേറെ വഴിയില്ല. അതേസമയം അതിനു മുമ്പ് എന്ത് ചെയ്താൽ മതി, തള്ളി പറഞ്ഞ ഞങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല. അവര് വന്ന് പറയുന്ന അവരുടെ അഭിപ്രായമാണ്. കാരണം എന്താണെന്നറിയോ, ഇവര് പറയുന്ന വിവരക്കേട് മുഴുവൻ പാർട്ടിയുടെ തലയിലിരിക്കുകയാണ്. മനസ്സിലായേ? ഇവര് രാവിലെ വന്ന് എന്തെങ്കിലുമൊക്കെ വായിട്ടടിച്ചിട്ട് അത് മുഴുവൻ പാർട്ടിയുടെ തലയിലിരിക്കുകയാണ്. നിങ്ങളറിയുന്നത് കേരള കോൺഗ്രസിന്റെ ആളുകളെയും പല NCPയുടെ ആളുകളെയും പല ആളുകളെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അവരൊക്കെ തെറിയേക്ക് വിളിച്ചിട്ട് പോവാണ്. പക്ഷെ അതല്ല ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിൽ 6 കൊല്ലമല്ല CPMന്റെ പേരിലാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിനൊരു വലിയ പ്രശ്നം കൂടെ ഉണ്ട്. മാധ്യമങ്ങൾ മുഴുവൻ അപ്പുറ സൈഡ് വളരെ കൃത്യമായ അജണ്ടകൾ തീരുമാനിച്ചുറപ്പിച്ച് ഏഷ്യാനെറ്റ് മനോരമയും മുതൽ നിരവധി മാധ്യമ പ്രവർത്തകരടക്കം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് മാത്രം പഠിച്ചിട്ടാണ് ഈ നിരീക്ഷകൻ വന്നത്. പാവം പിടിച്ചവനവൻ വേറെ പണിക്കൊക്കെ പോയിട്ടാണ് വന്നത്. ഒന്നാമത്തെ വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. വന്നിരുന്നതിന് ശേഷം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നേരെ തിരിച്ചെന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. മനസ്സിലായി? അതോടുകൂടി എന്ത് ചെയ്യും, ഇവരുടെ പണി തീരും. വണ്ടി ഇവരെ എടുത്തിട്ട് അലക്കും, വന്നിട്ട് എന്ത് ചെയ്യും, തകർക്കും. അത് ഇവര് വലതുപക്ഷ നിരീക്ഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഏത് പോയിന്റ് വരെ ഇല്ലാത്ത കാര്യം വരെ ശരിയാണെന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ പ്രചരണം നടത്തും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ വലതുപക്ഷ നിരീക്ഷകർ ഇവർ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കർമാർക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ പറഞ്ഞു വെക്കാനായിട്ട് കുറച്ചുകൂടി മിടുക്കന്മാരായ ആളുകൾ ആ സൈഡിൽ വേണമെന്ന് അവർക്ക് ഉണ്ട്. മനസ്സിലായ? അതേസമയം ഇപ്പുറ സൈഡിൽ എന്ത് ചെയ്യണ്ട, അശോകന് ക്ഷീണമാകാം എന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷത്ത് വന്നവർ എന്ത് ചെയ്യരുത്, മനസ്സിലായ, പിടിച്ചിരിക്കരുത്. അതേസമയം M സ്വരാജിനെ വിളിക്കുന്നത് പണി തീർന്നു. ഇപ്പൊ വേണു എന്ന് പറഞ്ഞ വേണു ബാലകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഞാനല്ല ആരെ കിട്ടിയാലാണ് നിങ്ങൾക്ക് ഭയം എന്ന് ചോദിച്ചിട്ടുണ്ട്. M സ്വരാജ് പോയില്ല ചാനലത്തേക്ക്. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കൃത്യമായിട്ട് സമയം കൊടുക്കൂല. പിന്നെ രാവിലെ മുതൽ വെറുതെ അവഗണനമൊക്കെ എന്ത് ചെയ്യണം, കേൾക്കുകയും വേണം. വായി തോന്നിയത് അവര് പറയുന്നതൊക്കെ എന്ത് ചെയ്യണം, കേൾക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാത്തിന്റെ പരിപാടിയുണ്ട് ചർച്ചയ്ക്ക്. അതെന്താണെന്നറിയാമോ? നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും CPM നേതാക്കന്മാരെ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ നോക്കിക്കോ, ഇവരുടെ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണ്. അതായത് പിണറായിയുടെ ഈ പറയുന്ന പോലെ നിങ്ങൾ കാല് തൊട്ട് വന്നിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് പാർട്ടി മാറിയത് എങ്ങനെ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കട്ടെ. ഓക്കെ, ഞാൻ അടുത്ത ഗസ്റ്റിലേക്ക് പോയിട്ട് വരാം. പരിപാടി തീർന്നു. അതായത് അത്ര നേരം പറഞ്ഞതിന്റെ പരിപാടി M സ്വരാജ് ആണെങ്കിൽ നടക്കില്ല. എന്താ കാര്യം എന്ന് അറിയാമോ? M സ്വരാജിന്റെ പഴം കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് നോക്കാൻ പറയണത് ശരിയാണല്ലോ, കേൾക്കണമെന്ന് എന്ത് ചെയ്യും. എന്റെ ഓഫീസിൽ ഒരു കുട്ടിയുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. പുള്ളിക്കാരി എന്നോട് പറയുന്നുണ്ട്, ഞാൻ ചാനൽ ഫുൾ ടൈം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് സാറേ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആളെ കുറിച്ചാണ്, അത് M സ്വരാജിനെ കുറിച്ചാണ്. M സ്വരാജ് വളരെ സോഫ്റ്റ് ആയി കൃത്യമായി കാര്യം എന്ത് ചെയ്യും, ആർട്ടിക്കുലേറ്റ് ചെയ്യും. തോമസ് ഐസക് കൊല്ലാണെങ്കിൽ അതുപോലെ ചെയ്യും. അതുപോലെ മറ്റേ ഈ പറയുന്ന അദ്ദേഹമൊക്കെ തന്നെയാണെങ്കിൽ നിരവധി ആളുകൾ, പഴയ ആളുകളുണ്ടായത് അവർ തന്നെയാണ് ചെയ്യും. ഇപ്പൊ സത്യത്തിൽ CPM ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് CPMന് പറ്റിയുള്ള പാളിച്ച് ഈ നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ സഹായകരമാകുന്ന വിവരമില്ലാത്ത ആളുകളെയാണ് ഇടതുപക്ഷ നിരീക്ഷകർ ചർച്ചയ്ക്ക് വിളിച്ചോണ്ട്. അവരെ ഒന്നും CPM ഒരു കാലത്തും തള്ളി പറഞ്ഞില്ല. കേൾക്കുന്ന സഹാക്കളോട് നേതാക്കന്മാര്, ഞാനിത്
ഇപ്പൊ താങ്കളോട് പറയുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാനത് 1 മാസം മുമ്പ് 3 മാസം മുമ്പ് പറഞ്ഞ നേതാക്കന്മാരോട് പറഞ്ഞാണ്. ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഇനി ചെയ്യുമെന്നൊരു പ്രതീക്ഷ വേണ്ട അല്ലെ? ഏതാ ഈ വിവരിച്ചതൊക്കെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള മനുഷ്യരോട് ഞാൻ പറഞ്ഞാണ്. താങ്കൾ അവരെ ഞാനിവിടെ നിർത്തുന്ന ഫോട്ടോ ഇട്ടിട്ടില്ല, അവരോടൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾ ഈ പഠിച്ചിരിക്കും, നിങ്ങൾ അവരെ കുറച്ചുകൂടി മിടുക്കന്മാരായിട്ട് ആളുകളെ എന്ത് ചെയ്യും പറഞ്ഞു. പിന്നെ നമ്മൾ ഓവറായിട്ട് പറയുമ്പോൾ ഇവരുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് അറിയും. നമുക്ക് എന്തോ ആവശ്യമുള്ള ഇപ്പൊ ഞാനിപ്പോ PV അൻവറിനോട് ചില കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ കോഴിക്കോടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചില കാര്യങ്ങൾ പറയുന്നു പറയുമ്പോൾ ഇവരെല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഒരുത്തിന് ഇത്രയും ആത്മാർത്ഥത കാണിക്കില്ലല്ലോ ആവശ്യമില്ലാതെ. കാരണം ഇവരങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുള്ളൂ. മനസ്സിലായേ? ഇപ്പൊ താങ്കളോട് പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന ആളുകളോടെല്ലാം ഞാനിപ്പോ അവരെ എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും സിൻസിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ടായിരിക്കും ആ കാര്യത്തിൽ അഭിപ്രായം പറയില്ലെങ്കിൽ ഞാൻ പറയാതിരിക്കും. മനസ്സിലായി? അപ്പൊ അത് അത് പക്ഷെ പലപ്പോഴും ഇവരങ്ങനെയുള്ള ആളുകളെല്ലാം കണ്ടിട്ടില്ല. ഇവര് 100 പേരെ കാണുമ്പോ 1000 രൂപയൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നത് കാര്യമില്ല. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ ഞാൻ നിങ്ങൾ തോക്കുമെന്ന് ഒരാൾക്ക് പറഞ്ഞ നിങ്ങളാണ് ശരിയില്ല, ഇങ്ങനെയൊക്കെയാണ് വർത്തമാനം പറയുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചു. ശരിക്കും തോറ്റില്ല, പുള്ളി ഒരു വോട്ടിൽ ജയിച്ചിങ്ങനെ എന്നെ വിളിക്കൂല. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു പ്രതീതി നിർമ്മാണത്തിനെതിരെ ഒരു പുല്ലും CPM ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സമയത്ത് CPM എന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഹോർഡിങ്ങുകളും പ്രചരണം വെച്ചു. പക്ഷെ അപ്പോഴേക്കും പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഭീകര സ്വത്വമായി വളർന്നിരിക്കും. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്ത ഒരു നടപടി ഇത് ജനത്തിന് ദോഷമാണ് അല്ലെങ്കിൽ ഒരു അഴിമതി, ഇതൊന്നും യഥാർത്ഥത്തിൽ പറയണ്ടായില്ല. പറയാനുണ്ടായത് ഒറ്റ കാര്യം മാത്രമാണ്, അദ്ദേഹം ഇട്ടങ്ങനെ ഷർട്ട് ശരിയില്ല, അദ്ദേഹത്തിന് നടപ്പ് ശരിയില്ല, അദ്ദേഹം പറഞ്ഞ കണക്ക് പുറത്തുനിന്ന് പറഞ്ഞു, അദ്ദേഹം പറയുന്നത് എന്താണ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു എന്നൊക്കെയുള്ളത്. ഇതൊക്കെ ശരി ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും കേരളത്തിലെ മൊത്തം എന്റെ ജനത്തിന് അദ്ദേഹത്തോട് വിരോധം ഉണ്ടാകാനുള്ള കാരണങ്ങളല്ല. ആണോ അല്ല. ഇപ്പൊ ഞാൻ താങ്കളോട് കണക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ താങ്കളോട് വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞാൽ താങ്കൾക്ക് എന്നോട് വിരോധം ഉണ്ടാവും, പ്രശ്നമില്ല. ഇത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? പുള്ളിക്ക് വിരോധമില്ല. പുള്ളി പറഞ്ഞു ഞാൻ ശരിയാണ്, ആ സമയത്തൊക്കെ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് അയാൾ പറഞ്ഞിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങളോട് അങ്ങനെ പറയരുത്. പുള്ളി അന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും എന്ത് ചെയ്തോണ്ടിരിക്കണേ പറഞ്ഞോണ്ട്. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതീതി നിർമ്മാണം നടന്നു. അതാണ് യഥാർത്ഥത്തിൽ കാര്യം. പിന്നെ പറഞ്ഞു വന്നത് എന്റെ കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ എന്നെ പോലെ തന്നെ എന്നേക്കാൾ പ്രശസ്തരായിട്ടുള്ള നിരവധി പേർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, തെറ്റ് പറ്റുമ്പോഴാണ് പ്രശസ്തനാണ്. ശരി 1000 എണ്ണം പറഞ്ഞാലും ഇവിടെ ആളുകൾ കേൾക്കില്ല. അതുകൊണ്ട് നിലമ്പൂരിൽ ആദ്യമായി തെറ്റുപറ്റിയത് ജനം വിശ്വസിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി പ്രശസ്തി കൂടിയത്. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾ താഴെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് അവരോട് സഹതാപവും സന്തോഷവും മാത്രമേ, കാരണം അവരുടെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിന് വിരോധമൊന്നും ഇല്ല. പിന്നെ താങ്കളിപ്പോ തുറന്നു ചോദിച്ചാൽ ഞാനാണ് താങ്കളോട് ഈ ടോപ്പിക് വേണമെങ്കിൽ എടുക്കാൻ തോന്നുന്നു. എനിക്ക് ഒരു മടിയില്ല.